Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principles, lesson 12. Span of control, delegation of authority and responsibility. Okay, what do you mean by span of control? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന്. ഒരു മാനേജർക്ക് എത്രമാത്രം ആളുകളെ, അതായത് എത്രമാത്രം എംപ്ലോയീസ്, എത്രമാത്രം വർക്കേഴ്സ് അവരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അവർക്ക് വേണ്ട വർക്ക് അലൊക്കേഷൻ കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ കൺട്രോൾ ചെയ്ത് അവരുടെ വർക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അത് രണ്ട് തരത്തിലുണ്ട്. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്, വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ലെസണിൽ, അതായത് ലെസൺ 11 നമ്മൾ കണ്ടതാണ്. ഓക്കെ, പിന്നെയുള്ളത് എലിമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതോറിറ്റിയിലുള്ള വർക്ക്, അതായത് മാനേജറുടെ അതോറിറ്റിയിലുള്ള വർക്ക് അയാളുടെ സബോർഡിനേറ്റിന്, അതായത് താഴെ ജോലി ചെയ്യുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു മാനേജർക്ക് വളരെയധികം വർക്കുകൾ ചെയ്യാനുണ്ടാവുമായിരിക്കും. അതെല്ലാ വർക്കുകളും മാനേജർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മാനേജറിന് ആ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യണ ഒരാൾക്ക്, HR ഡിപ്പാർട്ട്മെന്റിൽ പല തരത്തിലുള്ള വർക്കുകളുണ്ട്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, റിക്രൂട്ട്മെന്റ് ചെയ്യുക, ഇന്റർവ്യൂ ചെയ്യുക, ടെലിഫോൺ ചെയ്യുക, ഓൺബോർഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ പല പല വർക്കുകളുണ്ട്. അത് ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ആ ഹെഡ് ചെയ്യണ ആൾക്ക്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യണ ആൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള, അതായത് HR ഡിപ്പാർട്ട്മെന്റിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അയാൾ വീതിച്ചു കൊടുക്കും, മാനേജർക്ക് വീതിച്ചു കൊടുക്കും, മാനേജറെ വീതിച്ചു കൊടുക്കും. ആ മാനേജറുടെ കീഴിലുള്ള ആളുകളാണ് ഈ എല്ലാ വർക്കുകളും, ആ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള എല്ലാ വർക്കുകളും ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഡെലിഗേഷൻ കൊണ്ട്, ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. അതോറിറ്റി, ഒരു മാനേജർ അതോറിറ്റി, അതായത് ഒരു കാര്യം ചെയ്യാനുള്ള, ഒരു വർക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഏതെങ്കിലും ഒരാൾക്ക്, അതായത് സബോർഡിനേറ്റിന് മാനേജർ ഏൽപ്പിച്ചു കൊടുത്താൽ അതിന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തു എന്നാണ് വിഷയം. ആ അതോറിറ്റി കിട്ടിയ ആള് ആ വർക്ക് ചെയ്ത് തീർക്കാനുള്ള എല്ലാ ഡിസിഷൻ മേക്കിംഗ് പവറും കൂടിയാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അതോറിറ്റി പോലെ തന്നെയാണ്, പക്ഷേ മെയിനായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ജോലി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതോറിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി എപ്പോഴും മാനേജറുടെ കയ്യിൽ തന്നെയായിരിക്കും. ഇനി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന കാര്യം ചെയ്തോളണം, അത് ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഇമ്പോസിങ് ആണ്. ഇമ്പോസിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ, ഇന്ന വർക്ക് ചെയ്തേ പറ്റൂ, ഇന്നത്ര സമയത്തിനുള്ളിൽ ചെയ്തേ പറ്റൂ എന്നുള്ളത് ആ സബോർഡിനേറ്റിനെ ഏൽപ്പിക്കുകയാണ്. അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ചെയ്തേ പറ്റൂ എന്ത് തന്നെയായാലും എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഇൻവോൾവ് ആണെന്നാണ്. അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്, മാനേജർ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യും, ഓരോരോ സബോർഡിനേറ്റിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പവറും ആ വർക്ക് നടത്താനുള്ള കാര്യങ്ങൾ അതോറിറ്റിയൊക്കെ ആ സബോർഡിനേറ്റിന് ഏൽപ്പിച്ചു കൊടുക്കും. ഓക്കെ, ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി, കൂടാതെ വർക്ക് ഏൽപ്പിച്ചതിന് കൂടെ അതോറിറ്റിയും ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്തൊക്കെ ഡിസിഷൻ എടുക്കണോ അതിനെപ്പറ്റി ഓരോ വർക്ക് ചെയ്യുന്നതിന് അതിന് വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റിയും കൂടി മാനേജർ ആ സബോർഡിനേറ്റിന് അനുവദിച്ചു കൊടുക്കും. 3, ക്രിയേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഓക്കെ, ഇനി സബോർഡിനേറ്റ് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, ജോലി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതോറിറ്റി എപ്പോഴും മാനേജറുടെ കയ്യിലായിരിക്കും. ഇനി ഒരു സബോർഡിനേറ്റിന് അക്കൗണ്ടബിൾ ആണ്, അതായത് ഇന്ന വർക്ക് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യണം, അത് ചെയ്തേ പറ്റൂ എന്നൊരു മാനേജർ പറയുകയാണെങ്കിൽ അതിന് അക്കൗണ്ടബിൾ ആണെന്ന്, അതിന് എന്തൊക്കെ ഭവിഷ്യത്ത് വന്നാലും അത്
അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് ചെയ്ത് നടത്തിയേ പറ്റൂ. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ. ചെയ്തേ പറ്റൂ, അയാളുടെ കാര്യത്തിൽ ജോലിയിലെ കാര്യത്തിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടീസ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. എങ്ങനെയാണോ ആ ജോലിയിൽ പെർഫോം ചെയ്യേണ്ടത് അതനുസരിച്ച് ആ സബോർഡിനേറ്റ് ചെയ്തേ പറ്റൂ. ഇനി റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെർഫോർ ഇറ്റ് ഈസ് ദാറ്റ് വിച്ച് ഗീവ്സ് ഇഫക്റ്റീവ്നെസ് ടു അതോറിറ്റി. അതോറിറ്റിക്ക് ഇഫക്റ്റീവ്നെസ് കൊടുക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോറിറ്റിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ അതോറിറ്റിയും കൂടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ വർക്കുകൾ ഒരു എംപ്ലോയിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതോറിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതോറിറ്റി ഈസ് ദ ലീഗൽ റൈറ്റ് ഓഫ് പേഴ്സൺ ഓർ സുപ്പീരിയർ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. അതോറിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്ത് വർക്ക് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കമാൻഡ് ചെയ്യുന്നതിനെയാണ് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോറിറ്റി ഫ്ലോസ് ഫ്രം സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്സ്. അതായത് മുകളിൽ നിന്ന്, ടോപ്പിൽ നിന്ന് താഴത്തേക്കാണ് അതിന് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. ഡിഫറൻസസ് ഉണ്ട് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ് മേജർ ഡിഫറൻസസ് ഉണ്ട്? 4 തരത്തിലുള്ള ഡിഫറൻസസ് കൊടുക്കുന്നത് ഉണ്ട്. അതോറിറ്റി എന്നുള്ളത് ലീഗൽ റൈറ്റ് ഓഫ് എ പേഴ്സൺ ആണ്. റെസ്പോൺസിബിലിറ്റി എന്നത് ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ്. അതോറിറ്റി ഈസ് അറ്റാച്ച്ഡ് ടു ദ പൊസിഷൻ ഓഫ് എ സുപ്പീരിയർ ഈസ് കൺസേൺ. ഇൻ കൺസേൺ അല്ല, ഈസ് കൺസേൺ. റെസ്പോൺസിബിലിറ്റി ഈസ് ഔട്ട് ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്നാണ്. ഓക്കെ. Authority can be delegated by a superior to subordinate. Okay, authority superior subordinate ന് കൊടുക്കാം, ഡെലിഗേറ്റ് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി cannot be shifted and is absolute. അപ്പോൾ സബോർഡിനേറ്റിന് കിട്ടുന്നതാണ് റെസ്പോൺസിബിലിറ്റി, അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഫ്ലോസ് ഫ്രോം ടോപ്പ് ടു ബോട്ടം. അതായത് അതോറിറ്റി മുകളിലത്തെ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് കൊടുക്കുന്നതാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഫ്ലോസ് ഫ്രോം ബോട്ടം ടു ടോപ്പ്. അതായത് സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകൾ ആണ് കാര്യങ്ങൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഒന്നും കൂടി കാണുകയാണ്. നമ്മൾ കണ്ടതാണ് സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ഉണ്ടാവും, ബ്രാഞ്ച് ഓഫീസസുകൾ ഉണ്ടാവും. ഓക്കെ. ഹെഡ് ഓഫീസുകളാണ് മേജർ ഡിസിഷൻ മേക്കിംഗ് എല്ലാം സെൻട്രലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്, കൈവശം വെച്ചിരിക്കുന്നത്. അവർ ആ ഡിസിഷൻ മേക്കിംഗ് ഇത് ഒരു പരിധി വരെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ബ്രാഞ്ചസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസിഷൻ മേക്കിങ്ങും, ഓക്കെ, പോളിസി മേക്കിങ്ങും എംപ്ലോയീസിന് വേണ്ട എല്ലാം സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഹെഡ് ഓഫീസായിരിക്കും. അവർ അവിടെ തീരുമാനമെടുത്തിട്ട് ബ്രാഞ്ച് ഓഫീസിലേക്ക് ആ തീരുമാനങ്ങൾ പാസ് ചെയ്യുന്നു. അതിനെയാണ് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ തീരുമാനങ്ങൾ, ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാവിധ അതോറിറ്റിയും ബ്രാഞ്ച് ഓഫീസസിന് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസിൻ്റെ കീഴിലുള്ള ഓഫീസുകൾക്ക് വിട്ടുകൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പരിധി വരെ വിട്ടുകൊടുക്കുള്ളൂ. മേജറായിട്ടുള്ള പോളിസി ബേസ് ചെയ്ത് കമ്പനിയുടെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല. ബട്ട് ചില കാര്യങ്ങളെല്ലാം, അത് ബ്രാഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഓഫീസിന് വിട്ടുകൊടുക്കും. അതിനെയാണ് ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇംപ്ലിക്കേഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങളോ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. There are fewer burdens on the chief executive officer, അതായത് CEO ഇരിക്കുന്ന ഹെഡ് ഓഫീസിലായിരിക്കും. അങ്ങനെയൊക്കെ കൂടുതൽ തലവേദനകൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രാഞ്ച് ഓഫീസേഴ്സാണ് കാര്യങ്ങൾ ഡേ ടു ഡേ ബേസിസിൽ എടുക്കുന്നത്. അവരെ ഗൈഡ് ചെയ്യണതും ഒക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. കൂടുതൽ ഡിസിഷൻ എടുക്കേണ്ട ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഓഫീസറിൻ്റെ ഡിസിഷൻസ് എടുത്തോളും. ഹെഡ് ഓഫീസിന് അത്രയും കുറച്ച് തലവേദനയേ ഉള്ളൂ. In decentralization, the subordinates get a chance to decide and act. Subordinates എന്നത് ബ്രാഞ്ച് ഓഫീസിലുള്ള അവരൊക്കെ, ഓക്കെ, അതായത് സിഇഒയുടെ കീഴിലുള്ള ആളുകളൊക്കെ അവരുടേതായിട്ട് ഡിസിഷൻസ് എടുത്ത്, അതായത് അവർക്ക് ഗൈഡൻസ് കൊടുത്താൽ ഇന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഉള്ളത്. അവരത്
വേണ്ട രീതിയിൽ അത് ഡിസിഷൻസ് എടുത്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കോളും. ഓക്കെ. In decentralization, diversification and horizontal can be implanted. Decentralization ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് വെർട്ടിക്കൽ ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ആയിട്ട് ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ഡിസിഷൻസ് എടുക്കാനുള്ള പവർ നമ്മൾ ഗ്രാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം അവർ നടത്തിക്കോളും. നമുക്ക് മുകളിലിരുന്ന്, അതായത് സിഇഒയ്ക്ക്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മുകളിലിരുന്ന് ആ കാര്യങ്ങളൊന്ന് നിയന്ത്രിച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കാരണം അധികാരം, ഒരാളുടെ കയ്യിലിരിക്കുന്ന അധികാരം ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് അവരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ദൈനംദിനമായിട്ടുള്ള, അതായത് ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഡീസെൻട്രലൈസേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിന് ആൻസർ, പരീക്ഷയ്ക്ക് പ്രാധാന്യത്തോടുകൂടി ക്വസ്റ്റ്യൻസ് എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളത് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കാം. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് എഴുതണം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, നാരോ സ്പാൻ ഓഫ് കൺട്രോൾ, വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് എഴുതണം. നമ്മൾ രണ്ടും കണ്ടതാണ് എന്താണെന്ന് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ. പിന്നെ ഉള്ളത് വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ, വാട്ട് ആർ ദി എലിമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്ന് ചോദിക്കാം. ഡെലിഗേഷൻ എന്താണ്, അതിൻ്റെ എലിമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അത് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എലിമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ചോദിക്കാവുന്നത് വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാവാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ചോദിക്കാം. ഷോർട്ട് ആൻസർ ആയിട്ടുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉള്ളത് വാട്ട് യു മീൻ ബൈ ഡീസെൻട്രലൈസേഷൻ, വാട്ട് യു മീൻ ബൈ സെൻട്രലൈസേഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഡിഫറൻസസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, അത് കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ഡീസെൻട്രലൈസേഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ. ഇനി സെൻട്രലൈസേഷൻ, വാട്ട് യു മീൻ ബൈ സെൻട്രലൈസേഷൻ, വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് സെൻട്രലൈസേഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് സെൻട്രലൈസേഷൻ എന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ. എന്തായാലും സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഷോർട്ട് നോട്ട്സ് ആയിട്ട് സെൻട്രലൈസേഷൻ ചോദിക്കാം, ഡീസെൻട്രലൈസേഷൻ ചോദിക്കാം, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ചോദിക്കാം, സ്പാൻ ഓഫ് കൺട്രോൾ ചോദിക്കാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ചോദിക്കാം, ഡിഫറൻസസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ക്വസ്റ്റ്യൻ എത്രയാണ് മാർക്ക് എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കണം, അതിന് എത്ര മാർക്ക് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനനുസരിച്ച് എഴുതേണ്ട, മാർക്ക് അനുസരിച്ച് എഴുതേണ്ടത്. സോ കുറഞ്ഞ മാർക്കിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. എസ് എ മാർക്കിൻ്റെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ എഴുതണം. അപ്പോൾ അതിന് തയ്യാറെടുത്ത് വേണം, വൈഡായിട്ട് റീഡ് ചെയ്തിട്ട് അതിന് തയ്യാറെടുത്ത് പോകണം. എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാമ്പിൾസ് എഴുതാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇത്രയാണ് ഇതിൽ ഈ ലെസൺ 12 താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.